എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവർ വിവാഹിതരായ സീരിയൽ എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോകുന്നേ. അങ്ങനെ അച്യുതൻ സത്യദാസിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. സത്യദാസ് ആണെങ്കിൽ നമ്മുടെ അച്യുതനെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് സത്യദാസ് ചോദിക്കുവാണ്, ഇത് ഭൂമിയുടെ അച്ഛനല്ലേ? ദേ ഭൂമിയുടെ അച്ഛനാണ്. ഭൂമിയുടെ അച്ഛനാണെന്ന് സാറ് എങ്ങനെയാ മനസ്സിലാക്കിയേ? ഭൂമി എപ്പോഴും പറയാറുണ്ട്, ഭൂമിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം തന്റെ അച്ഛനോടാണ്. തന്നെയാ അവൾ എപ്പോഴും എന്നെ കാണുമ്പോ പറയാറ്. അച്യുത, അവൾ ഭാഗ്യം ചെയ്ത ഒരച്ഛൻ തന്നെയാണ്. എന്നിട്ട് സത്യദാസ് ചോദിക്കുവാണ്, അച്യുതൻ എന്തെങ്കിലും ആവശ്യമായിട്ട് ഇവിടേക്ക് എത്തിയതാണോ? അതേസമയം നമ്മുടെ അച്യുതൻ പറയുവാണ്, അയ്യോ സാറേ, ഞാൻ വെറുതെ വന്നതാ, വെറുതെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. ഇതേ മോളാണെങ്കിൽ എപ്പോഴും സാറിനെ കുറിച്ചാ പറയുന്നത്. സമയം സത്യദാസ് ചോദിക്കുവാണ്, എന്നെ കുറിച്ചാ? നല്ലതാണോ മോശമായിട്ടാണോ കുറിച്ച് പറയുന്നത്? അല്ല, സാറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ആരെക്കുറിച്ചും മോശം രീതിയിൽ പറയത്തില്ല. സമയം സത്യദാസ് പറയുവാണ്, എന്റെ ഭാര്യയും മകളെയും കണ്ടുപിടിക്കും, അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഇപ്പോ ഒരു ആക്സിഡന്റ് എനിക്ക് സംഭവിക്കാനിരുന്നതായിരുന്നു. ഇതിൽ നിന്ന് പോലും എന്നെ അവള് രക്ഷപ്പെടുത്തി. അച്യുതൻ ഇവിടെ ഇരിക്ക്, ഞാൻ ഒരു ചായ പോയി എടുത്തിട്ട് വരാം. ഓ, ഞാനൊരല്പം മദ്യപിക്കും, അങ്ങനെ എന്തെങ്കിലും വേണോ അച്യുതന്? അച്യുതൻ ആ സമയത്ത് പറയുവാണ്, വേണ്ട, അതൊന്നും വേണ്ട. ഞാൻ കുറെ കാലമായി ഈ മദ്യപാനമൊക്കെ തുടങ്ങിയിട്ട്. എന്റെ മോളെ കാണാതായതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ തുടങ്ങിയതെന്ന് സത്യദാസ് അച്യുതനോട് പറയുന്നുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ അച്യുതൻ പേടിച്ച് വിറച്ച് ചോദിക്കുവാണ്, ഇത്തരം കൊല്ലം മുൻപാ കാണാതായത്? ഒരു 10-22 വർഷമായി. ഞാൻ കണ്ണൂരിലായിരുന്നു. അത് ശരി. ഇന്ന് ആ മോൾക്ക് ഒരു 4 വയസ്സെങ്കിലും ആവത്തില്ലേ? ആ, അതൊക്കെ കഴിയും. മോളെ ഇപ്പോൾ കണ്ട എങ്ങനെ തിരിച്ചറിയാനാകുന്നത്? അവള് വലുതായി കാണുമല്ലോ എന്ന് അച്യുതൻ ചോദിക്കുന്നുണ്ട്. സമയം സത്യൻ പറയുവാണ്, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാ മോളുടെ കഴുത്തിലെ പരാഗതമായ ഒരു മാലയും ചുറ്റിയുമുണ്ട്. ഇപ്പോ ഉണ്ടാകണമെന്നില്ല, പക്ഷേ അവളുടെ കഴുത്തിന്റെ ഇടത് ഭാഗത്തായിട്ട് മറുകുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനം. ഇത് വെച്ച് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. അതേസമയം തന്നെ അച്യുതൻ പേടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. ഇത് അച്യുത വല്ലാണ്ടിരിക്കുന്നത്? അല്ല സാർ, ഇതിന്റെ പുറകില് മറുകുള്ള പെൺകുട്ടികൾ വേറെയും ഉണ്ടാകത്തില്ലേ? ആ, ഉണ്ടാകാം. പക്ഷേ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചാലേ നമുക്ക് DNA ടെസ്റ്റ് നടത്താലോ, അങ്ങനെ സ്ഥിരീകരിക്കാലോ എന്ന് നമ്മുടെ സത്യദാസ് പറയുന്നുണ്ട്. സമയം സത്യദാസ് ഒരു കപ്പ് ചായ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. സത്യദാസ് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട് അച്യുതൻ പേടിച്ച് വിറച്ചമ്പരന്നിരിക്കുവാണ്. ഈ സമയം അച്യുതൻ കാണുവാണ്, അവിടെ ചുവരില് നമ്മുടെ ഭൂമിജയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അച്യുതന്റെ കയ്യില് നമ്മുടെ ഭൂമിജയെ കിട്ടിയ അതേ തരത്തിലുള്ള ഫോട്ടോയാണ് അവിടെ തൂക്കിയിരിക്കുന്നതും. അച്യുതൻ ആ ഫോട്ടോ കാണുന്നതും ഒന്ന് ാകുന്നുണ്ട്. സമയം അച്യുതൻ നിറഞ്ഞ കണ്ണുകളോടെ ആ ഫോട്ടോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശേഷം ആ ഫോട്ടോയെ തലോടിക്കൊണ്ടേയിരിക്കുവാണ് അച്യുതൻ. സമയം സത്യദാസ് ചായയുമായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സത്യൻ പറയുവാണ്, എന്റെ മോളെ ഒന്ന് നോക്കിക്കേ, ഇത്ര സുന്ദരിയായിട്ട് അവൾ ഇരിക്കുന്നത്. ആ ഫോട്ടോയിൽ സത്യദാസ് തലോടുന്നുണ്ട്. സമയം സത്യദാസ് പറയുമ്പോ അച്യുതൻ ഞെട്ടലോടെ നിൽക്കുവാണ് അവിടെ. അച്യുതൻ പറയുവാണ്, അതെ, നല്ല ഭംഗിയുള്ള മോള. സമയം തന്നെ അച്യുതൻ പറയുവാണ്, ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇനി ആർക്കെങ്കിലും കിട്ടിയെന്ന് കരുതുക, അവര് കൊണ്ടുപോയി വളർത്തി, അവരറിയുന്നില്ല ഇത് ആരുടെ മകളാണെന്നുള്ളത്. പോലീസോ മറ്റും കണ്ടെത്തി, സാറിന്റെ മകളാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. മകളെ കിട്ടിക്കഴിഞ്ഞാലേ അവളെ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും സങ്കടാകത്തില്ലേ? ഈ അവരുടെ വീട്ടിലൊക്കെ വിടോ? അവരല്ലേ കുഞ്ഞിനെ വളർത്തിയത് ഇത്രയും കാലം. അതേസമയം സത്യദാസ് പറയുവാണ്, എന്തായാലും സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യമാണ്, എങ്കിലും ഞാൻ അതിന് സത്യം പറയാം. എന്റെ മകളെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആർക്കും അവളെ വിട്ടുകൊടുക്കത്തില്ല. വളർത്തിയെന്ന് ഒരു പരിഗണനയും ഞാൻ കൊടുക്കത്തില്ല. ഇവിടെ ഞാൻ സോർത്തനാടോ? 2 വർഷങ്ങളാണ് ഞാൻ എന്റെ മകളെ ഓർത്ത് കരഞ്ഞത്. 24 മണിക്കൂറും അവൾ എന്റെ കൂടെ ഉണ്ടാകണം. ഇങ്ങനെ സത്യങ്ങളായിട്ട് പറയുന്നുണ്ട് ചിതൻ. അതേസമയം വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ വളർത്തിയതല്ലേ, അതിനുള്ളൊരു പരിഗണന അവർക്ക് കിട്ടണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അച്യുതൻ. അതേസമയം സത്യദാസ് പറയുവാണ്, എന്തിനങ്ങനെ ഒരു പരിഗണന നൽകണം? അതമല്ലാത്തൊരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പോലീസിനെ അറിയിക്കണം. വളർത്തുകയല്ല വേണ്ടത്. അവളെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓർമ്മ പോലും ഞാൻ അവളിൽ നിന്ന് മാറ്റിക്കളയും. എന്റെ മകള് എന്റെ മാത്രം സ്വത്താണ്. അതൊക്കെ പോട്ടെ, ഇതാ ഞാനൊരു സാങ്കല്പിക ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ തർക്കിച്ചതിന് വിട്ടേക്ക് കേട്ടോ എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സത്യദാസിനോട് അച്യുതൻ കാര്യങ്ങൾ ഇട്ട് ചോദിക്കുകയാണ് അവിടെ ചെയ്തത്. എന്ന് വെച്ചാ ഭൂമിയെ നമ്മുടെ സത്യദാസിന് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് അച്യുതന്റെ അടുത്തൊക്കെ വിടുവോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അച്യുതൻ ഓരോ ചോദ്യങ്ങള് സത്യദാസിനോട് ചോദിച്ചത്. പക്ഷേ സത്യദാസിന്റെ വാക്കുകൾ കേട്ടപ്പോൾ നമ്മുടെ അച്യുതന് അതൊട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സത്യങ്ങളെല്ലാം നമ്മുടെ സത്യദാസിന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ അച്യുതന് പിന്നെ അവിടെ നിൽക്കാനേ കഴിഞ്ഞിരുന്നില്ല. സമയം തന്നെ അച്യുതൻ പറയുവാണ്, സാറേ ഞാൻ ഇറങ്ങുന്നുണ്ട്. സമയം സത്യദാസ് പറയുവാണ്, ശരി, ഇനി നിങ്ങൾ വരുമ്പോ
ഭൂമിയെ കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്യുതൻ യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. ഇതന്നെയാണെങ്കിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം വഴിയോരത്ത് പോയിരുന്ന് പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട്. കാരണം എന്താ, ഭൂമിജയെ ഇത്രയും കാലം സ്നേഹിച്ചതും വളർത്തിയതും എല്ലാം അച്യുതനാണ്. പെട്ടെന്ന് അവളെ നഷ്ടമാകുമ്പോൾ അച്യുതന് അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ഭൂമിജയ്ക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് നമ്മുടെ അച്യുതൻ അവിടെ ഇരിക്കുവാണ്. അതേസമയം തന്നെ സൗഭാഗ്യപുരത്ത് എൻഗേജ്മെന്റിനുള്ള കാര്യങ്ങളെല്ലാം തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. സൗഭാഗ്യ മുത്തശ്ശി ചോദിക്കുവാണ്, അമ്മേ നമുക്ക് എൻഗേജ്മെന്റിന് എത്ര പേരെയാ വിളിക്കേണ്ടത്? ആ സമയത്ത് പറയുവാണ്, അത് സംഗീത പറയട്ടെ. ഗീത എടുത്ത് ചോദിക്കുമ്പോൾ സംഗീത പറയുവാണ്, അത് ഭവാനി തീരുമാനിക്കട്ടെ എന്ന്. ശിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്. ഇവരെന്താ കളിക്കുവാണോ? എനിക്ക് എല്ലാവരും കൂടെ കളിക്കുവാണോ? ഒരു കാര്യം ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി പറയത്തില്ല. എനിക്ക് എന്തു പറഞ്ഞാലും അമ്മ പറയട്ടെ അമ്മ പറയട്ടെ എന്നാണ് അവൾ പറയുന്നത്, കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന പോലെ. ഇതെല്ലാം അമ്മയുടെ ആഗ്രഹം തന്നെയാ എന്റെ ആഗ്രഹവും എന്ന് പറഞ്ഞിട്ട് മൂളുന്നുണ്ട് നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി. പക്ഷേ സൗഭാഗ്യ മുത്തശ്ശിക്ക് അറിയില്ലല്ലോ നമ്മുടെ ഭവാനി സോപ്പിട്ട് നിൽക്കുവാണെന്നുള്ള കാര്യം. ഈ സമയം തന്നെ അവിടെ ഇരുന്ന അഞ്ജന പറയണം, മുത്തശ്ശി ഞാൻ പറയട്ടെ എത്ര പേരെ വിളിക്കണമെന്ന്. സമയം തന്നെ സൗഭാഗ്യ മുത്തശ്ശി പറയണം, ആ മോള് പറഞ്ഞേ, ഇത് 1000 പേരെ വിളിക്കണം നമുക്ക്. 1000 പേരോ എൻഗേജ്മെന്റിനോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കല്യാണം നടത്തിയ പോരെ എന്ന് ചോദിക്കുവാണ്. സമയം തന്നെ അഞ്ജന പറയുവാണ്, മാക്സിമം ആളെ കൂട്ടണം, നമ്മൾ നിറയെ ആൾക്കാരുള്ള ഫാമിലി ആണെന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയിലെ എക്സിക്യൂട്ടീവ്സിനെ എല്ലാവരെയും വിളിക്കണം. ഈ സമയം തന്നെ നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി പറയുവാണേ, എന്താ സംഗീത നീ അങ്ങനെ പറഞ്ഞത്? എക്സിക്യൂട്ടീവ്സ് മാത്രമേ ഉള്ളൂ, തൊഴിലാളികളൊന്നും ഇല്ലേ അവിടെ? എന്നെങ്കിൽ എല്ലാവരെയും വിളിക്കണം. പാവം പിടിച്ച തൊഴിലാളികൾ ഉള്ളത് കൊണ്ടാ ഇവിടെ കമ്പനി വളർന്നു പോകുന്നത്, ഇത് നീ മനസ്സിലാക്കണം എന്ന് നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി പറയുന്നുണ്ട്. ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, മനസ്സിലായി. എന്തായാലും ഡ്രസ് പാറ്റേണും എല്ലാം നോക്കണമല്ലോ. എൻഗേജ്മെന്റിനുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഫോണിൽ കിടപ്പുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ സത്യദാസ് എത്തുന്നുണ്ട്. സത്യൻ വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി പറയുവാണ്, വാടാ സത്യ. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് തന്നെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് സത്യദാസിനോട് ചോദിക്കുവാണ്, നമ്മൾ എത്ര പേരെ വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ ജന പറയുവാണ്, 1000 പേരെ വിളിക്കണമെന്ന്. നിന്റെ അഭിപ്രായം എന്താ സത്യ? ഈ സമയം സത്യദാസ് പറയുവാണ്, അവളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ അമ്മേ, ഇത്രയും ആൾക്കാരെ വിളിക്കുന്നത് കൊണ്ട് ഇപ്പൊ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. താങ്ക്സ് വലിച്ചെന്ന് നമ്മുടെ അഞ്ജന പറയുന്നുണ്ട് സത്യദാസിനോട്. സമയം തന്നെ പിന്നെ സൗഭാഗ്യം മുത്തശ്ശി പറയണു, മെയിൻ ആയിട്ട് നമ്മുടെ ഭൂമിജ മോളെ വിളിക്കണമെന്ന് പറയുന്നുണ്ട്. വിജയും കുടുംബത്തെയും വിളിക്കണം, പിന്നെ ഫുഡിന്റെ കാര്യം ഇത്രയും പേരെ വിളിക്കുന്നതല്ലേ, അപ്പോ നമുക്ക് ആ വർക്ക് ഭൂമിക്ക് കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കണം. അതേസമയം തന്നെ നമ്മുടെ അജയ് അവിടെ വരുന്നുണ്ട്. അജയ് ആ സമയം പറയുവാണ്, ഒന്നും കുഴപ്പമില്ല, ഭൂമിയെ തന്നെ നമുക്ക് ഏൽപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. സൗഭാഗ്യം മുത്തശ്ശി വീണ്ടും സത്യദാസിനോട് ചോദിക്കുന്നു, സത്യ നിന്റെ അടുത്ത് ഞാൻ വീണ്ടും ചോദിക്കുവാണ്, ഒന്നുകൊണ്ടും പേടിക്കണം, ഫുഡിന്റെ കാര്യം നമുക്ക് ഭൂമിജിയെ തന്നെ ഏൽപ്പിക്കാന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഭൂമിയോട് നമുക്ക് സംസാരിക്കാം, എന്താ അഭിപ്രായം പറയണമെന്ന് നോക്കട്ടെ. ഭൂമിയുടെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ ഭവാനിക്കും അഞ്ജനയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. ഈ സമയം തന്നെ ഡ്രസ്സിന്റെ കാര്യമെല്ലാം എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അജയോട് പറയണ, അജയ് വന്നിരിക്കി, നമുക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അഞ്ജന പറയണ, അജയ് എന്റെ ഫോണിൽ കുറച്ച് ഡ്രസ് കോഡ് ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാൻ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സമയം അജയ് പറയുവാണ്, എനിക്ക് സമയമായി, എനിക്ക് നോക്കാനുള്ള സമയമില്ല മുത്തശ്ശി, എനിക്ക് പെട്ടെന്ന് പോകണം. സമയം അജയ് പറയണത്, ഭൂമിയെ വിളിക്കണം കേട്ടോ, അത് മറക്കരുത്, ഭൂമിയും കുടുംബക്കാരെ എല്ലാവരെയും വിളിക്കണമെന്ന് പറയുന്നുണ്ട്. അജയ് അത് പ്രത്യേകം പറയുന്ന സമയത്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അജയ് പറയണ, അഞ്ജനയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ വെളിയിലോട്ട് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛനെയും കൂട്ടി അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അജയ്. അഞ്ജന കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട് അജയ്, നീ ഇവിടെ എന്തൊക്കെ തന്നെ ചെയ്താലും എൻഗേജ്മെന്റിന് ഭൂമി ഇവിടെ വരികയും ചെയ്യും. ശശി പറയുന്ന ആ റിങ് ഞാൻ അവളുടെ കയ്യിൽ അണിയിക്കും. അജയ് അത് പറയുമ്പോ നമ്മുടെ അഞ്ജനയ്ക്ക് കലി താങ്ങുന്നില്ല. ദേഷ്യത്തോടു കൂടി നമ്മുടെ അജയെ നോക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അച്യുതൻ തളർന്ന് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. മാനസികമായിട്ട് തളർന്നു നിൽക്കുവാണ് നമ്മുടെ അച്യുതൻ. അതേസമയം തന്നെ അച്യുതൻ സമയം എത്ര ആയെന്ന് പോലും അറിയുന്നില്ല. അംബിക നിൽക്കുന്നുണ്ട് അച്യുതനെ. അംബിക ഓടി വന്നിട്ട് ചോദിക്കുവാണ്, അച്യുവേട്ടാ എന്താ ഇത്രയും താമസിച്ചത്? അതേസമയം അച്യുതൻ പറയുവാണ്, താമസിച്ചോ, ഇത്രയും സമയമായോ? ഒരു ബോധമില്ലാത്ത രീതിയിൽ അച്യുതൻ സംസാരിക്കുന്നുണ്ട്. ശേഷം അംബിക ചോദിക്കുകയാണ്, അച്യുതൻ പോയ കാര്യം എന്തായി? പോയി, ഞാൻ കണ്ടു. ഭൂമിയുടെ അച്ഛനെ കണ്ടോ? അച്ഛനെ കണ്ടോ? ആൾ അതാണെന്ന് മനസ്സിലായോ അച്യുവേട്ടന്? മനസ്സിലായി, അത് തന്നെയാ ഭൂമിജയുടെ അച്ഛൻ. യോ, അങ്ങനെയാണെങ്കിൽ ഭൂമിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അവര് വരുമോ? അതേസമയം അച്യുതൻ ദേഷ്യത്തോടെ പറയുവാണ്, ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല, കാലത്തും ഞാൻ അത് സമ്മതിക്കില്ല. ഇത് ആരാന്ന് അംബിക ചോദിക്കുമ്പോ പറയുവാണ്, അത് ആരാന്ന് ഞാൻ പറയത്തില്ല, എങ്ങനെ മനസ്സിലാകും നമ്മുടെ ഭൂമിജ മോളെ? അതേസമയം അച്യുതൻ പറയുവാണ്, അവരുടെ മോളെ ഇടത് സൈഡിലായിട്ട് ഒരു മറുകുണ്ട്, അത് വെച്ച് അവര് കണ്ടുപിടിക്കും തന്നെയാണ് അയാൾ പറയുന്നത്. പക്ഷേ ഞാൻ കൊന്നാലും ഞാൻ പറയത്തില്ല നമ്മുടെ കയ്യിൽ ഉണ്ട് അവരുടെ മകളെന്ന്. സമയം അംബിക ചോദിക്കുകയാണ്, അവളെ പിടിച്ചോണ്ട് പോയാലോ? അംബികയെ, നമുക്ക് അതിനു മുൻപേ ഇവിടുന്ന് സ്ഥലം വിടണം. ഞാൻ അയാളോട് വെറുതെ ഒന്ന് ചോദിച്ചു, അവളെ
മറ്റാരോ എടുത്തു വളർത്തി. മകളെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവളെ വളർത്തിയവരുടെ അടുത്തേക്ക് പിന്നെ അവളെ കാണാൻ വേണ്ടി വിടുമോ എന്ന് ചോദിച്ചു. തന്നെ അയാള് പറയുമാണ് അയാള് വിടില്ല എന്ന്. മാത്രവുമല്ല അയാള് സോർത്തനാണെന്നാ പറയുന്നത്. അതിനുശേഷം അയാള് ചോദിച്ചു, അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ എന്തിനാ പോലീസിനെ അറിയിക്കാതെ വളർത്തിയതെന്ന് ചോദിച്ചു. 2 വർഷം ഞാൻ എന്റെ മകളെ ഓർത്ത് കരഞ്ഞില്ലേ, കൊണ്ട് തന്നെ 24 മണിക്കൂറും അവൾ എന്റെ കൂടെ വേണം. അച്യുതൻ അംബികയോട് പറയുന്നുണ്ട്. കൊണ്ട് തന്നെ ഇനി പോലീസ് വന്നാലും പട്ടാളം വന്നാലും എന്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഈ സമയം അംബിക പറയുവാണ്, അവളെ ഒരിക്കലും നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. കാരണം നമ്മളാണ് അവളെ വളർത്തിയത്. അയാൾക്ക് ജനിച്ചത് കൊണ്ട് എങ്ങനെ അയാൾക്ക് അവകാശിയാവും? സമയം അംബിക പറയുവാണ്, ഞാൻ അവളുടെ അമ്മയാണ്, അവളെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഒരിക്കലും ഞാൻ അവളെ വിട്ടുകൊടുക്കത്തില്ല. എന്നിട്ട് അവര് തീരുമാനിക്കുവാണ്, നാളെ തന്നെ ഇവിടെന്നും പോകണം, നാട്ടിലേക്ക് ഇവിടെന്ന് പാക്ക് ചെയ്ത് വെച്ച് നാളെ തന്നെ നമുക്ക് ഈ നാട് വിട്ടു പോകാം. എന്തായാലും നമുക്ക് ഭൂമിയും കൊണ്ട് ഈ നാട് വിട്ടു പോകണം. സമയം തന്നെ നമ്മുടെ ഭൂമിജിയാണ് കാണിക്കുന്നത്. അന്ന് രാത്രി 12 മണി വരെ കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സത്യദാസ് അതുവഴി പോയതുകൊണ്ട് ഒരു കോഫി കുടിക്കാനായിട്ട് കയറുന്നുണ്ട്. എന്നിട്ട് ഭൂമിയോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഭൂമിയോട് പറയുവാണ്, അച്യുതൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഭൂമി പറയുവാണ്, അച്ഛൻ വന്നിട്ട് എന്നോടത് പറഞ്ഞില്ലല്ലോ, എന്താ എല്ലാ കാര്യങ്ങളും അച്ഛൻ ഭൂമിയോട് തുറന്നു പറയോ? അതേസമയം ഭൂമിജി പറയുവാണ്, അതെ, എല്ലാ കാര്യങ്ങളും എന്നോട് എന്റെ അച്ഛൻ തുറന്നു പറയും. ഈ സമയം തന്നെ നമ്മുടെ സത്യദാസും ഭൂമിജിയും ആ രാത്രി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ദാസിനെ ഭൂമിയോട് സംസാരിച്ചപ്പോൾ സമയം പോകുന്നതേ അറിയാൻ കഴിഞ്ഞിരുന്നില്ല. സമയം ലക്ഷ്മിയോടും പറയുന്നു, ലക്ഷ്മി ഇവളോട് സംസാരിച്ചു നിന്നിട്ട് സമയം പോകുന്നതേ അറിയാൻ കഴിയുന്നില്ല. നീ എന്ന് പറഞ്ഞിരുന്നില്ലേ നിന്റെ അച്ഛന് സുഖമില്ല, ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുപോകണമെന്ന്. അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. ശേഷം സത്യൻ പിരിഞ്ഞു പോകാൻ സമയത്ത് ഭൂമിജയും സത്യദാസും നിന്നൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അമ്മയോട് പറയുവാണ്, നമ്മൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ശേഷം വീട്ടിൽ ചെന്നിട്ട് ഷോപ്പില് TV നന്നാക്കാൻ കൊടുത്തിരുന്നല്ലോ, അതുകൊണ്ടാണ് നമ്മുടെ ഭൂമിജ പോകുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ അച്യുതനും അംബികയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ അംബികയും അച്യുതനും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അംബിക ചോദിക്കുകയാണ്, അച്യുവേട്ടൻ എന്നോട് പറഞ്ഞൂടെ നമ്മുടെ ഭൂമിജമ്മളെ എവിടെ നിന്ന് അച്യുവേട്ടന് കിട്ടിയെന്നുള്ള സത്യം? അതേസമയം കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ അംബികയ്ക്ക് അറിയത്തില്ല. ഇങ്ങനെ അംബിക കിണ്ടി കിണ്ടി ചോദിക്കുവാണ്. ഇതനാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്. ഇതൻ പറയുവാണ്, നീ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമ്മുടെ മകളാണ് അവൾ, നമുക്ക് കളഞ്ഞു കിട്ടിയവളൊന്നുമല്ല. പറയുവാണ്, നമുക്ക് ഇവളെ കളഞ്ഞു കിട്ടി നമ്മൾ വളർത്തി, യഥാർത്ഥ അച്ഛന്റെ അമ്മയുടെ മുൻപിൽ നമ്മൾ ദുഷ്ട കഥാപാത്രങ്ങളാകത്തില്ലേ, അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ എന്ന് നമ്മുടെ അംബിക പറയുവാണ്. സമയം അച്യുതൻ പറയുവാണ്, ഒരിക്കലും ദുഷ്ട കഥാപാത്രങ്ങൾ ആകത്തില്ല, നമ്മൾ തന്നെയാ അവളെ വളർത്തിയത്, അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് നമ്മുടെ അച്യുതൻ പറഞ്ഞ് നമ്മുടെ അംബികയെ സമാധാനിപ്പിക്കുന്നുണ്ട്. സമയം അംബിക പറയുവാണ്, അച്ചുവേട്ടാ നമ്മളെ ഇവിടെ നിന്ന് നാട് വിടാൻ നമ്മുടെ ഭൂമിജമോട് സമ്മതിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ചുവേട്ടന് കുറെ ട്രീറ്റ്മെന്റ് ഉള്ളതല്ലേ, നാളെ ഞാൻ ഡോക്ടറെ കാണാൻ പോകുന്നു എന്ന് അച്യുതൻ പറയുന്നു. ഡോക്ടറിനോട് അൾസറിന്റെയും മരുന്നും കാര്യങ്ങളും എല്ലാം വാങ്ങണം, എന്നിട്ട് നാട്ടിലുള്ള ഒരു ഡോക്ടറിനെ കാണിക്കാം, അതിനു വേണ്ടി എഴുതി വാങ്ങണം, എല്ലാം ഞാൻ നാളെ തന്നെ ചെയ്തിരിക്കും. ഇങ്ങനെ വാശിയോടെ തന്നെ നമ്മുടെ അച്യുതൻ അംബികയോട് പറയുന്നുണ്ട്. ഭൂമിജ CCTVയുമായിട്ട് പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് കയറി വന്ന ഭൂമിജ അന്തം വിട്ട് നിൽക്കുവാണ്. അച്ഛനും അമ്മയും പാക്കിങ്ങും കാര്യങ്ങളുമായിട്ട് നിൽക്കുവാണ്. അമ്മി ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ്. അച്ഛനും അമ്മയും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു, എന്താണെന്നൊന്നും അറിയത്തുമില്ല എന്ന് അന്തം വിട്ട് നിൽക്കുന്ന ഭൂമിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.